ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഇത് തടുക്കാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞതാണ് മാനവികത, ക്രിസ്തു സ്നേഹം, കാരുണ്യം തുടങ്ങിയ അടവുകൾ പയറ്റി അവരുടെ മൊറയിൽ തകർക്കാൻ ശ്രമിച്ചത്. അവർ എപ്പോഴും സ്ട്രോങ് ആയിരുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടികൾ ക്രിസ്തുവിന് എതിരാണ് എന്ന് പ്രചരിച്ചപ്പോഴും. പ്രതീക്ഷിച്ച വിജയമാണെങ്കിലും അതിന്റെ മധുരം ഒട്ടും കുറയുന്നില്ല. കാരണം ഈ വഴിയിൽ അവർ നേരിട്ടത് അത്ര ഭീകരമായ എതിർപ്പുകളെയായിരുന്നു. ഇത് കേവലം ഹിജാബ് വേണോ വേണ്ടയോ എന്നുള്ള തർക്കത്തിന് ലഭിച്ച വിധി തീർപ്പല്ല. ചുരുങ്ങിയ പക്ഷം സിസ്റ്റേഴ്സിനെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തിനും ഇസ്ലാം ഫണാറ്റിസത്തിനും എതിരെയുള്ള പോരാട്ടത്തിന്റെ വിജയം തന്നെയാണിത്. കേരളത്തിൽ നിന്ന് നവോത്ഥാന മൂല്യങ്ങൾ കൈമുതലായുള്ള അവസാന വ്യക്തിയും അപ്രത്യക്ഷമാകും വരെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ അതിനുശേഷം ഈ വിധി മതേതരത്വത്തിനേറ്റ അടിയായി അവമതിക്കപ്പെട്ടേക്കാം. ഇത് വിഷവേരുപടലങ്ങളാൽ മണ്ണിനെ മുഴുവനും കൈപ്പിടിയിലാക്കി പടർന്നു പന്തലിച്ച് ആകാശവും കരസ്ഥമാക്കിയ സോഷ്യൽ മീഡിയക്കെതിരെ പൊരുതി നേടിയ വിജയം തന്നെയാണ്. സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ആർക്കും ആദ്യത്തെ എതിരാളി സോഷ്യൽ മീഡിയ ആയിരിക്കുമെന്ന് തെളിയിച്ച പോരാട്ടം കൂടിയായിരുന്നു ഇത് ഭരണകൂടത്തോടും ഭരണ സംവിധാനങ്ങളോടും എതിരിട്ട് നേടിയ വിജയം തന്നെയാണ്. മന്ത്രി മുതൽ വിദ്യാഭ്യാസ വകുപ്പിലെ പ്യൂണ് വരെ അണിനിരുന്ന യുദ്ധം തന്നെയായിരുന്നു ഇത്. നീതിയും നിയമവും അവർക്ക് അനുകൂലമാണ് എന്ന് അറിയാമായിരുന്നിട്ടും നുണപ്രചരണങ്ങളും ഭീഷണികളും ആക്ഷേപങ്ങളും സെന്റിമെന്റൽ ക്യാപ്സൂളുകളും കൊണ്ട് അവർക്കെതിരെ സമൂഹത്തിലെ പ്രബല വിഭാഗം ഒരുതുക തന്നെ ചെയ്തു. അതെ, പ്രബല വിഭാഗം തന്നെ. അധികാരി വർഗം, സമ്പന്ന വർഗം, മീഡിയ വർഗം, പ്രബലരായ മതവർഗം, ഉദ്യോഗസ്ഥ വർഗം, ബുദ്ധിജീവി വർഗം, അതേ പ്രബലരായിരുന്നു നെറികെട്ട തന്ത്രങ്ങളിലൂടെ അവരെ തകർക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ വിജയത്തിന്റെ മധുരം വലുതാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഇത് ഒരുപറ്റം സ്ത്രീകളുടെ വിജയം കൂടി തന്നെയാണ്. സ്കൂൾ നടത്തുന്നത് ഒരു കൂട്ടം സ്ത്രീകളാണ്. അതിന്റെ നയങ്ങളും മാനേജിങ്ങും പുരുഷന്മാരുടെ സഹായം തേടാതെ സ്ത്രീകൾ തന്നെ ചെയ്യുന്നതാണ്. ഒരു കൂട്ടം പുരുഷന്മാർ ഭരിച്ചു മുടിച്ച കേരളത്തിൽ അവർക്ക് അപമാനമായാണ് ഈ സ്ത്രീകൾ ഈ കൊച്ചു സ്ഥാപനം ഭംഗിയായി നടത്തി വന്നത്. അവിടെയാണ് ഒരു കൂട്ടം പുരുഷന്മാർ പുരുഷ കാഴ്ചപ്പാടിന്റെ അടയാളമായ ഹിജാബുമായി ഇവരെ പൂട്ടാനിറങ്ങിയത്. എന്തുകൊണ്ട് ഹിജാബ് അനുവദിക്കാത്ത പുരുഷന്മാരുടെ സ്കൂളുകളിൽ ഇവർ സമരവുമായി പോയില്ല എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. അതെ, ദുർബലരെന്ന് മുദ്രകുത്തി സ്ത്രീകളെ തകർക്കാനുള്ള ശ്രമമാണ് പ്രതിരോധിക്കപ്പെട്ടിരിക്കുന്നത്. ഇവരുടെ മേൽ വർഗീയതയും മാനവിക വിരുദ്ധതയും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. അത് വർഗീയ ശക്തികൾക്കും മത തീവ്രവാദികൾക്കും മനുഷ്യത്വ വിരുദ്ധ തത്വശാസ്ത്രങ്ങൾക്കും വേണ്ടി തന്നെയായിരുന്നു. ഒരു 25 വർഷം മുമ്പായിരുന്നുവെങ്കിൽ തട്ടവും പൂണൂലും കുരിശുമില്ലാതെ സർവ്വ കുട്ടികളെയും വളർത്തുന്ന സ്കൂളുണ്ട് എന്ന് കേട്ടാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനും ഈ സമൂഹം ഇറങ്ങിത്തിരിക്കുമായിരുന്നു. 30 വർഷം അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു എന്നത് കേരളത്തിന്റെ മുഴുവൻ അഭിമാന നേട്ടമായി കൊണ്ടാടുമായിരുന്നു. ഇന്ന് മതചിഹ്നങ്ങളാണ് മതേതരത്വം എന്ന് ആക്രോശിക്കുന്ന കാലത്ത് നേടിയതാണ് ഈ വിജയം. അഭിമാനം തന്നെയാണ് ഈ വിജയവും.